അടിച്ച് രാത്രി 10 മണിയായി. Pretty hot, but we are going to somewhere pretty cool. ഗൈസ്, ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. അതാണെന്നറിയില്ല. അത് തന്നെയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ വേറെ ട്രെയിൻ വരാനില്ല. അതാണെന്നുള്ള വിശ്വാസത്തിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. പറവൂരെ എത്തിയിട്ടില്ലോ ട്രെയിൻ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ട്രെയിൻ അല്ല. സോറി ഗൈസ്, ബൈ. ഗൈസ്, അപ്പോൾ നമ്മൾ മൂന്നാറിലേക്കാണ് പോകുന്നത്. കൊല്ലത്തു നേരെ എറണാകുളം, അവിടുന്ന് ബാക്കിയുള്ളവരോട് ജോയിൻ ചെയ്ത് കാറിലായിരിക്കും നമ്മൾ പിന്നെ മൂന്നാറിലോട്ട് പോകുന്നത്. ഗൈസ്, ഞങ്ങൾ എറണാകുളം എത്താനായിട്ടുണ്ട്. നല്ല ഉറപ്പായിരുന്നു വണ്ടി ഇരുന്ന. ഇറങ്ങിയെന്നറിയില്ല, എനിക്ക് ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് ഇരിക്കണം ഉറങ്ങാം. എടുക്കാൻ ഞാനിപ്പോ ടൂറിന്റെ ഇവിടെ വന്നു. ടൗണിലെത്തി. ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാ നമ്മൾ ജംഗ്ഷനിലേക്ക് പോകുന്നു. ജംഗ്ഷനിൽ അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് 4979. സോറി ഉറക്കത്തിന്റെയാണോ? ഉറക്കത്തിന്റെ സ്വാഭാവികം. നമ്മള് പച്ച പിടിച്ചു. ഗൈസ്, നമ്മൾ റൂം എടുത്തു. മണിക്കൂറുകൾ എടുത്ത് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. ഒരാൾ റൂം ബുക്ക് ചെയ്തു. ലൊക്കേഷൻ വന്നപ്പോ ബിൽഡിങ് പോലും കാണില്ല. പിന്നെ തൊട്ടടുത്തുള്ളൊരു ബിൽഡിങ് കയറി റൂം എടുത്ത്. നല്ല രസമുണ്ട്. ഇത്രയും നേരം ക്ഷീണമില്ലായിരുന്നു, ഇപ്പൊ ചെറിയ ക്ഷീണമൊക്കെ ആയി. ഞാൻ വിചാരിച്ച് റോട്ടിൽ കിടക്കേണ്ടിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? അതേ എനിക്കും പറയാനുള്ളത്. 5 മണിക്ക് അതാറ് ഉറങ്ങിയിട്ടുണ്ട്. ട്രെയിനിൽ കിടന്ന് 1 മണിക്കൂറിന് ഉറങ്ങി. എനിക്ക് ഉറക്കം കൂടെ വന്നില്ല. അടുത്ത് നല്ലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഇവന് ഉറക്കം വന്നില്ല. ഫുൾ കോൺസെൻട്രേഷൻ അവിടെ ആയിരുന്നു. അങ്ങോട്ട് തിരിഞ്ഞുകൂടെ നോക്കാൻ പറ്റില്ല, അടുത്ത കേസ് വരും. അത് നല്ല കാര്യം നോക്കാൻ. ഞാൻ മേളിൽ കിടന്നുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും. ഗായ്സ്, ഉറങ്ങാൻ റൂം എടുത്ത ഞങ്ങൾ ഇവിടെ ടിവിയും കണ്ടിരുന്നു, പ്രേമ സിനിമയൊക്കെ കണ്ടിരുന്നു. സമയം പോയി അറിഞ്ഞില്ല. 5:30 ഉറങ്ങിയതുമില്ല. ഇനിയിപ്പോ നേരെ അങ്ങ് പോവാണ്. അടിപൊളി പരിപാടിയായിരിക്കും. അതാണ് എന്റെ കൂടെ ട്രിപ്പ് അടിച്ചാറുള്ള അഡ്വാൻറ്റേജ്. ഭയങ്കര അഡ്വാൻറ്റേജ് ആയി. ഗുഡ്, വെരി ഗുഡ്. ഭയങ്കര സെറ്റപ്പ്. റൂമൊക്കെ എടുത്ത് AC ഒക്കെ ഉള്ള റൂമൊക്കെ എടുത്ത് ഉറങ്ങിയില്ല. രാവിലെ തന്നെ നമ്മൾ നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വാട്ട്സ് ദ മെട്രോ ടൈമിംഗ് ഇൻ കൊച്ചി? कोच्चि मेट्रो का समय निम्नलिखित है. 6 o'clock. शनिवार सुबह 6 बजे से रात 10:30 बजे तक. അതാ रविवार सुबह 8 बजे से रात 8:30. ഇപ്പൊ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. എന്തോ ചെയ്യും? രാവിലെ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 8 കിലോമീറ്റർ നടന്നാലും 8 കിലോമീറ്റർ നടക്കുന്ന ഓപ്പോസിറ്റില്ല. വഴി തെറ്റിയാണല്ലോ നടക്കുന്നത്. അങ്ങോട്ട് പോവാം. അതിവിജയകരമായി രാവിലെ തന്നെ വഴി തെറ്റിച്ച് നടത്തി. മിടുക്കൻ. നീ ഇവിടെ അങ്ങ് വരെ നടന്നോണ്ടിരുന്നേ. മെട്രോ ഉണ്ട്, പക്ഷെ തുറക്കത്തില്ല ഇപ്പോഴേ. ഗൈസ്, നമ്മൾ രാവിലെ വീണ്ടും ഊബർ വിളിക്കാൻ വന്നിരിക്കുക. അതാണോ വണ്ടി? നമ്മൾ അപ്പുറം പോണല്ലേ. ആ വണ്ടിയുടെ നിന്നെ ഇവിടുത്തെ ടാക്സിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ വണ്ടിയും നിന്നെ ഇടിക്കാൻ വരുന്നുണ്ട്. രാവിലെ വീണ്ടും ഊബറായി 36. ഒരു മിനിറ്റ് പോയി 97. നമ്മളിപ്പോ അടുത്ത വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ഡീറ്റെയിൽസ്. ഞങ്ങൾക്ക് പാലാരിവട്ടം കറക്റ്റ് അല്ലേ? പാലാരിവട്ടം ആ മെട്രോയിലേക്കായിരുന്നു പോകേണ്ടത്. പക്ഷേ ഡ്യൂ ടു മിസ്കമ്മ്യൂണിക്കേഷൻ അതന്നെ ഓക്കെ കമ്മ്യൂണിക്കേഷൻ ഊബർ വിളിച്ചിങ് വന്ന്. അപ്പൊ നമ്മളെ വിളിക്കാൻ ഇവിടുന്ന് ഒരു വണ്ടി പാലാരിവട്ടം പോയി. ഡൺ. കിച്ചു മെയിനായിട്ട് മുമ്പിൽ പോയി, ഞാൻ ബാക്കിൽ പോകുന്നു. കാര്യം ഇറങ്ങിയടാ. ഇവിടുന്ന് ഇനി അങ്ങോട്ട് നമ്മൾ കാറിലായിരിക്കും. ഇനി ഒരു 2 കാറും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. 1 2 3 വണ്ടിയിലുണ്ട്. നമ്മളിവിടെ ഇപ്പൊ പയർ മേടിക്കാൻ വന്നില്ല.
പയോ പഴങ്ങൾ മേടിക്കാൻ വന്നിരിക്കുകയാണ്. ഫുള്ള് ബ്ലോക്ക് ഗൈസ് ഞങ്ങൾ കയറിൽ കെട്ടി തൂങ്ങാൻ പോവുകയാണ് ഗൈസ്. സൂപ്പർ പരിപാടിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം നടന്ന് നമ്മളുടെ ക്ലൈംബിങ് ചെയ്യുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ക്ലൈംബിംഗ് അല്ല, റിപ്പല്ലിംഗ് ആണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഓവർ ഹാങ് നല്ലതാണ്. ചില ആൾക്കാർക്ക് നമ്മുടെ അമൃത് ബ്രോ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കുകയാണ്. എനിക്കിതിനൊന്നും പേരറിഞ്ഞിടാത്തുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരാറില്ല. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് എല്ലാവരും. വൺ ഹിയർ ആൻഡ് ഇതാണ് അവിടെ ഇടുന്ന ബോൾട്ട് ഇല്ലേ, അവിടെ ഇടുന്ന ബോൾട്ട് കംസ് ടു ദിസ് ടു ബാക്ക് ഇറ്റ് അപ്പ്. ദാറ്റ്സ് ഫൈൻ. സോ ദിസ് ഇസ് ഓക്കേ. ദിസ് ഇസ് നോട്ട് ഗുഡ്. നോട്ട് ഗുഡ്. ഇനസേ സോഫ്റ്റാണ്, ഭയങ്കര 90 കൂടുതലാണ് ആംഗിൾ. ബട്ട് ദാറ്റ്സ് എ ഗുഡ് ബോൾട്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. കുഴപ്പമില്ലെന്നല്ല, ഇറ്റ്സ് എ ഗുഡ് ബോൾട്ട്. സോ വിൽ യൂസ് ഇറ്റ് സ്റ്റിൽ. ബട്ട് വിൽ പുട്ട് വൺ മോർ സം മേബി ആ ഡീലർ നോക്കാം. അപ്പോൾ ഞാൻ ഈക്വലൈസ് ചെയ്ത ഇത് എൻ്റെ മിസ്റ്റേക്ക്. ഇല്ല, ഇക്വലൈസിൻ്റെ അല്ല, ബോൾട്ടിൻ്റെ ആംഗിളാണ്. നമ്മൾ ഇത്ര കെയർ ചെയ്യില്ല. ഇത് ഇറക്കുവാണെങ്കിൽ ശരിയായി. ഈ മാസ്റ്റർ പോയിന്റ് സെയിം മാസ്റ്റർ പോയിന്റ് അവിടെ ഇട്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഇട്ടോടെ നിങ്ങൾ ഓടിയിട്ട് യൂസ് ചെയ്യും. അടിപൊളി വ്യൂ ആണ് ഇവിടെ. അവരവിടെ ക്ലൈംബിങ് ചെയ്യുന്നു, നമ്മളിവിടെ വൈബിങ് ചെയ്യും. അടിപൊളി. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ രണ്ടാമത്തെ സ്പോട്ടിലും അതേ പ്രോസസ്സ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് അവരെല്ലാവരും. എൻ്റെ പൊന്നെ, അങ്ങോട്ട് പോയപ്പോഴൊന്നും ഇല്ലായിരുന്നല്ലേ. ഞാൻ പോണ വഴി കറക്റ്റ് തന്നെയാണോ? ആടിറങ്ങി ഓടി വരുന്നത് നാട്ടുകടി ഏട്ടയാടിയാടി. ഏതുവഴിയാ വന്നേ? ഇതുവഴി വാ. അമ്പ് കൊണ്ട് കുതിര നാട്ടിലെ തമ്പുരാനെ അമ്മച്ചി. കാട് വെട്ടി തളിക്കാണ്. കാണുമ്പോൾ സിമ്പിളാ, പക്ഷെ ഇങ്ങനെ നിൽക്കുന്നേ കൊച്ചിരിക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. ഗൈസ്, അപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹുഡിയൊക്കെ ഇട്ടു. ചെറിയൊരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് റൂം സ്റ്റേ അല്ല, ടെൻറ്റ് ക്യാമ്പിംഗ് ആണ്. നല്ല സുഖമായിരിക്കും ഇന്ന്. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ തണുപ്പാവുന്നുണ്ട്. അപ്പോൾ രാത്രിയുള്ള അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കിന് ഹൊറിബിൾ ആയിരിക്കും. അങ്ങനെ നമ്മുടെ ടെൻറ്റ് ക്യാമ്പിങ്ങിൻ്റെ ടെൻറ്റിൻ്റെ കൺസ്ട്രക്ഷൻ പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്ഷീണം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ടെൻറ്റ് പണിത് അപ്പം തന്നെ കയറിക്കിടന്ന് തുടങ്ങാനുള്ള പരിപാടി നോക്കി. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. അതുവരെ ബൈ ഗൈസ്.